അങ്ങനെ ചില വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളാണ് നടക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിന് മറു പറയുക. നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ? ഞങ്ങൾ ചീപ്പിളിക്കലും ആക്ഷേപിക്കലും കളിയാക്കലും മാത്രമാണോ? അങ്ങനെ നിങ്ങൾ 100 പരിപാടികൾ നടത്തിക്കോളൂ. ഇല്ല, അതിന് മറുപടിയില്ല. ആദർശത്തെയാണോ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? ആദർശത്തെ പ്രമാണബദ്ധമായിട്ടാണോ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? ഇൻഷാ അല്ലാഹ് അതിന് വ്യക്തമായി ഉണ്ടാകുമെന്ന് ഞാൻ ഉണർത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ വിശദീകരിക്കൂ, ഭയപ്പെടേണ്ടില്ല. ഒരു കുട്ടി പോലും ഒരു കൊണ്ടുപോലും നിങ്ങളെ ദ്രോഹിക്കില്ല. ഞങ്ങളതിന് ഗ്യാരണ്ടിയാണ്. ഇത് പ്രസ്ഥാനം ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇതാഹുക മതമാണ്. ഇത് ഔദലോകമല്ല, അടുത്ത് പിടിച്ചു നോക്കുമ്പോൾ പറയുമെന്നതാണ് വിഷയം. അതേ, മരണത്തിന് ശേഷമുള്ള ഇതവുമായി ബന്ധപ്പെട്ടതാണ് മുസ്ലിമേ. അതുകൊണ്ട് തന്നെ നീ ശരിക്കും ആലോചിക്കണേ. ഈ ഭൗതിക ലോകത്ത് ഞാൻ എവിടെയായാലെന്താ, ഞാൻ എങ്ങനെയായാലെന്താ, റബ്ബിന്റെ അടുത്തേക്ക് എത്തുന്ന സമയം അതാ നിന്റെ അടുത്ത് ചെന്നപ്പെടുമ്പോൾ ഒരു സാക്കന്റുമില്ലാതെ, കുടുംബക്കാരില്ലാതെ, വരുമില്ലാതെ എല്ലാവരും മുന്നിൽ ഒറ്റക്കുകയാണ്. ആശയത്തുമിലിമേ പ്രവർത്തനങ്ങൾക്ക് ചെയ്യുമ്പോ മറുപടി പറയാനുള്ളതെന്ന് ആലോചിക്കണ്ടേ? അടുത്ത നിമിഷം അങ്ങ് വീണ് വച്ചുപോയാൽ റബ്ബിന്റെ അടുത്തേക്കാണല്ലോ നമ്മുടെ മടക്കം. അതുകൊണ്ട് തന്നെ ചിന്തിക്കണേ, എന്തിനാണ് വാശിയും വൈരാഗ്യവും ഇന്നാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? അത്യാതെയായി പോകുന്ന സമയമാണല്ലോ. മരിക്കാൻ പോകുമ്പോൾ അതാ മരണത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇന്ന് ശരീരത്തിലെ മുഴുവൻ ഊർജവും നഷ്ടപ്പെടുകയാണ്. അവിടെ ശരീരത്തിൽ ചൂടാ, അതണുത്രയാണ്. ചിരിച്ചു നോക്കും, നിനക്ക് വരാനിരിക്കുന്ന കാര്യമല്ലോ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും നാളെ റബ്ബിന്റെ അടുത്തത് മറുപടി പറയുമെന്ന് ആലോചിക്കുകയും വേണം. അതിന്റെ കൃത്യമായ വിഷയം മനസ്സിലൂട്ടണേ. അവസ്ഥയുണ്ടാവണേ. അതേ, മഹാനായ സ്വഹാബത്ത് പറഞ്ഞതുപോലെ പ്പെട്ട ഹൃദയാന്തരത്തിലുള്ള മുഴുവൻ റബ്ബേ, നിരതമാരുടെ മുന്നിലിതാ ഈ അലിയിനെ എന്റെ സിംഗല്ല നിന്റെ ദർബാറിൻ മുന്നിൽ വച്ചിരിക്കുന്നു. നാഥാ, നീയാണ് തരേണ്ടവൻ റബ്ബേ. നിന്നോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സുബ്ഹാനല്ലാഹ്, വേറൊരാളോടും ചോദിക്കാതെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും റബ്ബിനോട് മാത്രം ചോദിച്ചുകൊണ്ട്, റബ്ബിനോട് മാത്രം സഹായം തേടിക്കൊണ്ട് ജീവിതം നയിച്ചൊരു 100 നൂറ്റാണ്ടുകാലം സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെ പിൻപറ്റിയ പിൻഗാമികളും അങ്ങനെ തന്നെ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കുമാകണം. അതിനാവട്ടെ പ്രവർത്തനങ്ങൾ, അതിനാവട്ടെ ഓരോ വിഷയങ്ങളും. അങ്ങനെ ജീവിതം നയിച്ചാൽ നാളെ റബ്ബിന്റെ അടുത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വിഷയമിതാ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് പരിശോധിക്കാം, നിങ്ങൾക്ക് മനനം ചെയ്യാം. ശരിയാണെന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ നിങ്ങളത് അംഗീകരിക്കൂ. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് ചേർക്കാനുള്ള പരിപാടിയല്ല, മറിച്ച് സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളതാണ്. ഓ മുസ്ലിമീങ്ങളെ, ആ ദൗത്യം ഇതാ ഇവിടെ പൂർത്തിയാവുകയാണ്. അല്ലാഹുവാണ് സ്വീകരിക്കേണ്ടവൻ. നാഥാ, സ്വീകരിക്കണേ. ഞങ്ങളെ കർമ്മങ്ങൾ സ്വീകരിക്കണേ, ഞങ്ങളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ, ഞങ്ങളുടെ അമലുകളൊക്കെ സ്വീകരിക്കണേ. അർഹമായ പ്രതിഫലം നൽകണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ. രോഗം കൊണ്ട് വലയുന്ന ആളുകളുണ്ട്, രോഗശമനം നൽകണേ. മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു. 100 കണക്കിന് ആളുകൾ ലോകത്ത്
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാദാവർക്ക് സഹായവും അനുഗ്രഹവും നൽകണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ കീഴിൽ അടിയുറച്ച് ഐക്യത്തോടെ നിൽക്കാൻ ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.